ബിഗ് ബോസ് മലയാളം സീസൺ 7 10ാമത്തെ ആഴ്ച കഴിയാറാകുമ്പോൾ പുറത്തേക്ക് ആര് എന്നതിൽ ഒരു ചോദ്യത്തിൽ സകലമാന പ്രേക്ഷകരും പറയുന്നുണ്ട് ബിന്നി പുറത്തേക്ക് പോകാൻ സാധ്യതകളുണ്ടോ. ബിന്നി പുറത്തേക്ക് പോകും എന്നൊക്കെ പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയകളിലൊക്കെ ബിന്നി ആയിരിക്കും എവിക്റ്റ് ആകുന്നത് എന്നൊക്കെ കാണുന്നുണ്ട്. എനിക്കും പറയാനുള്ളത് ബിന്നി പോകാനുള്ള സാധ്യതകൾ 95% കുറവാണ്, 5% കൂടുതലാണ്. അത് വോട്ടിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല. വോട്ടിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അൺഒഫീഷ്യൽ പോളുകളാണെന്നുണ്ടെങ്കിലും, പ്രേക്ഷകർ ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ബിന്നിക്കാണ് ഒരു പരിധി വരെയും നല്ല രീതിയിൽ വോട്ട് കുറവ് കാണുന്നത്. പക്ഷേ ഏഷ്യാനെറ്റിന്റെ ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ടും ബിഗ് ബോസിന്റെ ഒരു ഫേവറിസം ബിന്നിക്ക് ഉള്ളത് കൊണ്ടും പുറത്തേക്ക് വിടുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. ബിന്നിക്ക് പകരം ഈ 2 ആഴ്ചകളായിട്ട് ബലിയാടുകളാക്കി 2-3 പേരെ ബിഗ് ബോസ് കയറ്റിക്കൊണ്ട് വരുന്നുണ്ട്. നമ്മുടെ നെവിന്, നെവിനും സാബുമാനും കഴിഞ്ഞ 2 ആഴ്ചകളിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവർ നോമിനേഷൻ ഉള്ള സമയത്ത് ഇവർക്ക് ഒരു പരിധി വരെ നല്ല രീതിയിലുള്ള വോട്ടും കാര്യങ്ങളും ഒക്കെ കുറവായിരുന്നു. ഓരോ പോളുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. അതൊക്കെ തന്നെ ആവും പ്രേക്ഷക ട്രെൻഡും. ഒഫീഷ്യൽ വോട്ടിങ്ങിലേക്ക് വരുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ വരും. എന്നാൽ പോലും തീർത്തും താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് വെറുപ്പുള്ള, വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്ത കണ്ടസ്റ്റൻസിനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇതുപോലെയുള്ള പോളുകളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ് ഒക്കെ നോക്കിക്കഴിയുമ്പോൾ. എനിവേസ് ഈ ഒരു 10ാമത്തെ ആഴ്ചയിലെ ഒരു ടോട്ടൽ അൺഒഫീഷ്യൽ പോളുകളാണെന്നുണ്ടെങ്കിലും ഓഡിയൻസിന്റെ ട്രെൻഡ് ഒക്കെ നോക്കിക്കഴിയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും, നമ്മുടെ ഡേഞ്ചറസ് റൗണ്ടിലുള്ള കണ്ടസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ബിന്നി, ലക്ഷ്മി, സാബുമാൻ, നെവിൻ, ഈ ഒരു 4 പേരാണ്. അതിൽ ലക്ഷ്മിക്കൊക്കെ ഒരു പരിധി വരെ LGBTQ കമ്മ്യൂണിറ്റിക്ക് എതിരെ നിൽക്കുന്നവരും അങ്ങനെയുള്ള കുറെ ആൾക്കാരും PR വർക്കിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ലക്ഷ്മിക്ക് കുറച്ച് വോട്ടുകൾ കിട്ടാനുള്ള സാധ്യതകളുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് എവിക്ഷനിൽ തള്ളിക്കളയാൻ നമുക്ക് സാധിക്കത്തില്ല. മേ ബി പോയേക്കാം. അതുപോലെ സാബുമാൻ എവിടുന്നാണ് വോട്ട് വരുന്നതെന്ന് അറിയത്തില്ല. അത്യാവശ്യം പ്രേക്ഷക ട്രെൻഡിങ്ങിലൊക്കെ നല്ല രീതിയിൽ വോട്ട് കാണുന്നുണ്ട്. എന്നാലും ലീസ്റ്റ് വോട്ടിൽ തന്നെയാണ് സാബുമാൻ നിൽക്കുന്നത്. പിന്നീട് നമ്മുടെ നെവിനും ബിന്നിയുമാണ്. നെവിനും കുഴപ്പമില്ലാതെ യങ്സ്റ്റേഴ്സിന്റെ സൈഡിൽ നിന്നൊക്കെ കുറെയൊക്കെ വോട്ട്, അതുപോലെ പിള്ളേരുടെ സൈഡിൽ നിന്നൊക്കെ നെവിന് വോട്ട് കിട്ടുന്നുണ്ട്. സാബുമാനും ബിന്നിയുമാണ് ഏറ്റവും പിറകിൽ കിടക്കുന്നത് വോട്ടിന്റെ ഒരു അടിസ്ഥാനത്തിൽ നോക്കിക്കഴിയുമ്പോൾ. ബിഗ് ബോസ് ചിലപ്പോൾ സാബുമാനെ തൂക്കിയിട്ട് ബിന്നിനെ സേവ് ചെയ്യാനുള്ള സകല സാധ്യതയുമുണ്ട്. അതല്ല, ബിഗ് ബോസ് ഒരു ടെസ്റ്റ് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നടന്നതുപോലെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു കണ്ടസ്റ്റന്റിനെ ആണ് എടുത്തു കളയുന്നത്. അതായത് ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ളത് കേട്ടോ, നമ്മൾ പ്രേക്ഷകരല്ല. ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ള കണ്ടസ്റ്റൻസ് പ്രതീക്ഷിക്കാത്ത ഒരു കണ്ടസ്റ്റന്റിനെ ആണ് പുറത്തേക്ക് കളയാൻ അവർ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ബിന്നിനെ പുറത്താക്കാനുള്ള സർവ്വ സാധ്യതയുമുണ്ട്. അതല്ല, ബിഗ് ബോസിന്റെ താല്പര്യാർത്ഥത്തിലാണ് എങ്കിൽ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കില്ല ഈ ഒരു ആഴ്ചയിലെ എവിക്ഷൻ നടക്കാൻ പോകുന്നത്. മേ ബി ബിഗ് ബോസ് ബലിയാടായി കൊണ്ടു നടക്കുന്ന സാബുമാൻ, നെവിൻ എന്നിവരിൽ ഒരാളെ മേ ബി ഈ ഒരാഴ്ച ബിഗ് ബോസ് പുറത്താക്കാനുള്ള സാധ്യതകൾ നല്ലൊരു ശതമാനം കാണുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് കുറച്ച് വോട്ട് കുറവുള്ള, പ്രത്യേകിച്ചൊന്നും ചെയ്യാത്ത കണ്ടസ്റ്റൻസിനെ ഇങ്ങനെ ബലിയാടാക്കി കൊണ്ടു നടക്കുന്നത്. എന്നിട്ട് നല്ല കണ്ടസ്റ്റൻസിനെയൊക്കെ കഴിഞ്ഞ ആഴ്ചകളിൽ കളഞ്ഞത്. ഇവർക്ക് ഫേവറേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർ എവിക്ഷന് വരും, പുറത്തു പോകുമെന്ന് സാധ്യതയുള്ള സമയങ്ങളിൽ ഇവരെ അതിൽ നിന്ന് തൂക്കാൻ വേണ്ടിയിട്ട്. എന്താണെങ്കിലും നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും ഈ ഒരാഴ്ച പുറത്തേക്ക് പോകുന്നത് എന്നൊക്കെ ഒന്ന് അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.